ഹായ് ഓൾ. നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ലെവൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എഗെയിൻ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരുന്നു. നമുക്കറിയാം ഇന്ത്യ വിക്സ് വളരെ ലോ ആണ്. അപ്പം അത് ഓപ്ഷൻ ബയർക്ക് ഒട്ടും ഫേവർ ആയിട്ടുള്ള ഡേയ്സ് അല്ല അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിവതും ഓപ്ഷൻ ബയേഴ്സ് മാർക്കറ്റിൽ നിന്ന് മാറിയിരിക്കുക. ഒരു ജനുവരി സെക്കൻഡ് വീക്കോടുകൂടി മാർക്കറ്റ് സെറ്റിൽ ആവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പം അതുപോലെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പം സ്കാൽപ്പിംഗ് പോലെ ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചറിലും അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ മാർക്കറ്റാണ്. അതായത് അയൺ കൗണ്ടർ അല്ലെങ്കിൽ സ്പ്രെഡ് സ്ട്രാറ്റജീസ് ഒക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് ഫേവറബിൾ ആണ് മാർക്കറ്റ്. എപ്പോഴും വിക്സ് ലോ ആയി നിൽക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് വളരെ വളരെ ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് നമ്മൾ നോക്കുമ്പോൾ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഈ ലെവല് 900 920 ഈ ഒരു ലെവല് മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി, ഒരു പുട്ട് സൈഡിലേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നിന്ന് ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് ക്രോസ് ചെയ്ത് അത്യാവശ്യം ചെറിയൊരു മൂവ്മെന്റ്, ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണെങ്കിലും ഒരു സ്ലോ മൂവ്മെന്റ് ആയിരുന്നു എങ്കിലും മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു 836 ആ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം മാർക്കറ്റ് അഗെയിൻ ഒരു ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ലെവലാണ് ഈ ഒരു ഇന്നത്തെ ലോ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അഗെയിൻ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ലെവൽ വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിൽ കാണാം. അതായത് 730 25,730 ആണ് നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവല്. 25,730 to 700 ലെവലിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ആ ലെവലിൽ നിന്നും എഗെയിൻ മാർക്കറ്റ് ഒരു റിവേഴ്സൽ വരുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്നാണ് പ്രൈസ് നല്ല രീതിയിൽ ബയേഴ്സ് ആക്റ്റീവായി മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പൊ ഇവിടുന്ന് എന്തായാലും ഒരു റിവേഴ്സൽ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു ലോങ് എൻട്രിക്ക് നിങ്ങൾക്ക് ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇപ്പൊ നാളത്തെ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ മുകളിലോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ചെറിയൊരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ലൊരു അപ്സൈഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 26,000 മുകളിലാണ്. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ് ഈ ഒരു ലെവല്, കഴിഞ്ഞ ദിവസങ്ങൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്നാണ് ഫാൾ അയക്കുന്നത്. അപ്പം ഇത് ഹൈ കട്ട് ചെയ്ത് പോകുന്ന ദിവസം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 26,100 അതുപോലെ തന്നെ 26,200 to 26,230 ഏരിയയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് ആണ്. ഓക്കെ, അപ്പം ഇത് വെച്ച് നിങ്ങൾക്ക് അയൺ കൗണ്ടറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളുടെ വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. സൂമിലൂടെയുള്ള ലൈവ് ട്രേഡിംഗ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.